അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ലോൺ തരുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അതേപോലെ വീഡിയോ അറിയാത്തവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോ യൂട്യൂബ് ആദ്യമേ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നൽകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട്, നിങ്ങൾക്ക് എന്നല്ല നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ലോൺ തരുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഈ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. അതേപോലെ തന്നെ MBFC വഴിയാണ് നമുക്ക് ഈ ലോൺ എമൗണ്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ലോൺ ആപ്ലിക്കേഷനിൽ നമുക്ക് ലോണിന് അപ്ലൈ ചെയ്യണമെങ്കിൽ ഉള്ള ഒരു എലിജിബിലിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് നിർബന്ധമായിട്ടും പാൻ കാർഡ് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ നമ്മളുടെ മൊബൈൽ നമ്പർ, ആധാർ കാർഡും അതേപോലെ തന്നെ ബാങ്കുമായിട്ട് ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിൽ നമുക്ക് ഹോം ലോണും വളരെ ഈസി ആയിട്ട് എടുക്കാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഹോം ലോണൊക്കെ എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഡോക്യുമെൻറ്റ്സുകൾ കൊടുക്കേണ്ടി വരും. ഈ കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞു തരാം. അപ്പോൾ ഒട്ടും വൈകാതെ ഇന്നത്തെ ആ ഒരു അടിപൊളി ആപ്ലിക്കേഷൻ ഏതാണെന്ന് പരിചയപ്പെടാം. അപ്പോൾ നേരെ ആ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ലോൺ തരുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അതേപോലെ വീഡിയോ അറിയാത്തവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോ യൂട്യൂബ് ആദ്യമേ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നൽകുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് ഇതിൽ നിന്ന് പേഴ്സണൽ ലോണും ലഭിക്കും, അതേപോലെ തന്നെ ഹോം ലോണും കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഹോം ലോണൊക്കെ ലഭിക്കണമെങ്കിൽ നമുക്ക് അതിൻ്റേതായ ഡോക്യുമെൻറ്റ്സുകൾ കൊടുക്കേണ്ടി വരും. ഒരുപാട് ഡോക്യുമെൻറ്റ്സുകൾ കൊടുക്കേണ്ടി വരും. പേഴ്സണൽ ലോണ് നമുക്ക് സിമ്പിൾ ഡോക്യുമെൻറ്റ്സുകൾ കൊടുത്തുകൊണ്ട് വളരെ ഈസി ആയിട്ട് ലോൺ ലഭിക്കുന്ന ഒരു അടിപൊളി RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഞാൻ ഒട്ടും വൈകാതെ ആ ആപ്ലിക്കേഷൻ ഏതാണെന്ന് പരിചയപ്പെടുത്താം. L&T ഫിനാൻസ് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. L&T ഫിനാൻസ്. ഇപ്പോൾ ഇതിൻ്റെ ഹോം പേജ് നിങ്ങൾ കാണുന്നുണ്ടാവും. ഈ ആപ്ലിക്കേഷൻ്റെ പേര് ആരും മറക്കരുത്, L&T ഫിനാൻസ്. അപ്പോൾ ഞാൻ നേരെ ഈ ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇതിൽ ഹോം ലോൺ ഉണ്ട്, പേഴ്സണൽ ലോൺ ഉണ്ട്, അതേപോലെ തന്നെ 2 വീലർ ലോൺ ഉണ്ട്, ബിസിനസ് ലോൺ ഉണ്ട്, അതേപോലെ ഒരുപാട് ലോൺ ഓപ്ഷനുകൾ ഇതിൽ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ ഓരോ ലോണ്, ഇപ്പോൾ ഹോം ലോണൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റേതായ ഡോക്യുമെൻറ്റ്സുകളൊക്കെ കൊടുക്കേണ്ടി വരും. അതേപോലെ തന്നെ പേഴ്സണൽ ലോണിന് വേറെ രീതിയിലുള്ള ഡോക്യുമെൻറ്റ്സ് ആയിരിക്കും, ചെറിയ ചെറിയ ഡോക്യുമെൻറ്റ്സുകളായിരിക്കും. അതേപോലെ നമ്മൾ എടുക്കുന്ന എമൗണ്ടിനനുസരിച്ചുള്ള ഡോക്യുമെൻറ്റ്സുകളായിരിക്കും നമ്മളോട് ഇവർ ചോദിക്കുക. അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് MBFC അതേപോലെ തന്നെ RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഞാൻ ഇവിടെ പേഴ്സണൽ ലോൺ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. പേഴ്സണൽ ലോണിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ പേഴ്സണൽ ലോൺ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, മെഡിക്കൽ എമർജൻസി, ഹോം, അതേപോലെ തന്നെ വെഡ്ഡിങ് ആൻഡ് സെലിബ്രേഷൻ, അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ, ഈ കാര്യങ്ങൾക്കൊക്കെയാണ് ഇവർ ലോൺ കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഏത് ആവശ്യമാണ് എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ലോണിന് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ അപ്ലൈ നൗ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു പേജ് വന്നിട്ടുണ്ട്. ഇതിൽ ഞാൻ എല്ലാം റീഡ് ചെയ്തതിന് ശേഷം അപ്ലൈ നൗ എന്ന് വീണ്ടും ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെയാണ് ശരിക്കും നമ്മളുടെ ലോണിൻ്റെ അപ്രൂവ് ആവുന്ന, അല്ലെങ്കിൽ ലോണിന് അപ്ലൈ ചെയ്യുന്ന ഒരു ഇതിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ വേറൊരു പേജിലേക്ക്, അതായത് ഒരു വെബ്സൈറ്റിലേക്കാണ് പോകുന്നത്. വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇതിൽ നമുക്ക് ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. അതേപോലെ തന്നെ രണ്ടാമത് ഇവർ നമ്മളുടെ എലിജിബിലിറ്റി ചെക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിൽ എന്തൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരാം. ആദ്യം നമ്മളുടെ ഫസ്റ്റ് നെയിം കൊടുക്കുക, അതേപോലെ തന്നെ മിഡിൽ നെയിം കൊടുക്കുക, അതേപോലെ തന്നെ അതിൻ്റെ താഴെയായിട്ട് ലാസ്റ്റ് നെയിം കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ തൊട്ട് താഴെയായിട്ട് നമ്മളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളത് നമ്മൾ കൊടുക്കുക. അതേപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മളുടെ പിൻകോഡ് കൊടുക്കുക. അതിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് അടുത്തത് കൊടുക്കാൻ വരുന്നത്, നമ്മൾ സാലറീഡ് ആണോ അതല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ്ഡ് ആണോ എന്നുള്ളത് ചോദിച്ചിട്ടാണ്. അതും നിങ്ങൾ വളരെ വ്യക്തമായിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ പിന്നത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ എഡ്യൂക്കേഷനാണ്. അത് ഏതാണ് എന്ന് നോക്കിയിട്ട് നിങ്ങൾ അതേപോലെ തന്നെ കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഇൻകം, ആനുവൽ ഇൻകം എത്രയാണെന്നാണ് അടുത്തത് ചോദിക്കുന്നത്. അതും നിങ്ങൾ വളരെ വ്യക്തമായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് എത്ര എമൗണ്ട് ആണ് വേണ്ടത് എന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഇതിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട്, ഇപ്പം ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ ലോൺ എമൗണ്ട് ഇതിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ സിബിൽ സ്കോർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടായിരിക്കും ഇവർ നിങ്ങൾക്ക് ലോണ് തരുക. അപ്പോൾ അത്യാവശ്യം സിബിൽ സ്കോറൊക്കെ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ലോൺ ലഭിക്കാവുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണിത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് ഐ അഗ്രി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ട്. അതിൽ നമുക്ക് ടിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് എന്നുള്ളതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ നെക്സ്റ്റ് പ്രോസസ്സിങ്ങിലേക്ക് പോകുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഇവർ റിവ്യൂ ചെയ്തതിന് ശേഷം
നമ്മൾ കൊടുത്ത എമൗണ്ടിന് നമ്മൾ എലിജിബിൾ ആണോ ഇല്ലയോ എന്നുള്ളത് ഇവർ 5 അല്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നതാണ്. അപ്പോൾ എലിജിബിൾ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്ത ലോൺ എമൗണ്ട് അപ്രൂവ് ആവുന്നതാണ്. അതേപോലെ തന്നെ എലിജിബിൾ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്ത എമൗണ്ട് അതേപോലെ തന്നെ ലോണ് റിജക്റ്റ് ആവുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ എന്തൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ് കൊടുക്കേണ്ടതെന്ന് വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ആപ്ലിക്കേഷൻ എല്ലാവർക്കും ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് എല്ലാവരെയും ഞാൻ ഇതിന് പ്രോത്സാഹിപ്പിക്കില്ല. നമുക്ക് യാതൊരു നിർവാഹവും ഇല്ല എങ്കിൽ മാത്രമേ നമ്മൾ ഇതേപോലുള്ള ആപ്ലിക്കേഷനുകളിൽ നിന്ന് ലോൺ എടുക്കാൻ നോക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് വേറെ എവിടെയെങ്കിലും പൈസ തിരിയുന്നില്ലെങ്കിൽ മാത്രം. അപ്പോൾ ഞാൻ ഒരിക്കലും ലോണിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളല്ല. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻ എല്ലാവർക്കും ഉപകാരപ്രദമാകും എന്ന വിശ്വാസത്തോടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരെ ജയ് ഹിന്ദ്.